ഇന്ന് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നേക്കുന്ന ഒരു ലോഡ് ഓർക്കിഡ്, നല്ല കിടുക്കാച്ചി വെറൈറ്റി ഓർക്കിഡുകൾ, ഡെൻഡ്രോബിയം വെറൈറ്റി ഓർക്കിഡുകൾ, നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റുകൾ ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന പറമ്പിൽ ഇനി 8 ദിവസം കൂടിയുള്ള ഈ എക്സിബിഷനിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒരു ലോഡ് ഓർക്കിഡാണ് ഈ കാണുന്നത്. വാൻഡ കൊണ്ടുവന്നിട്ടുണ്ട്. ഡെൻഡ്രോബിയം ഓർക്കിഡ് തന്നെ നല്ല കിഡില്ലം വെറൈറ്റി ഡെൻഡ്രോബിയം ഓർക്കിഡ്, 2-3 സ്പ്രൗട്ടുള്ള നല്ല കിഡില്ലം ഡെൻഡ്രോബിയം ഓർക്കിഡ്, അതേപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല മഞ്ഞ വാൻഡ മുതൽ കുറേ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വന്നിട്ടുണ്ടായിരിക്കും യൂണിസ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ നേരെ എതിർവശത്ത് ഹെലിപ്പാഡിലോട്ട് കയറുന്ന വഴിക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, കുമാർ നഴ്സറി എന്ന് പറഞ്ഞ് വലിയൊരു ചുമപ്പിനകത്ത് വെള്ള നിറത്തിലുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇന്നേ ദിവസം ഇറക്കിയേക്കുന്ന ഒരു ലോഡ് ഓർക്കിഡുകൾ നിങ്ങൾക്ക് കാണാനും വാങ്ങാനും സാധിക്കും. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡാണ്. അത് എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മഞ്ഞ തിരക്കി ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. മഞ്ഞ കളറ് ഓർക്കിഡ് തിരക്കിയിട്ട് ബുറാന ഗ്രീനും യെല്ലോയും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ബൾക്കായിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ കുറച്ച് വെറൈറ്റി ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ പ്ലാന്റുകൾ തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ഇതൊക്കെ 1-2 പ്ലാന്റ് ഇതേ കിട്ടിയിട്ടുള്ളൂ. നല്ല കളറല്ലേ, നല്ലൊരു ടൈഗർ പൗച്ച് കണക്ക് നല്ല കിട്ടിലുമായിട്ടുള്ള പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. ഇത് ബാസ്ക്കറ്റ് വാൻ്റെ വെറൈറ്റിയാണ്. ഒരു 1-1.5 മാസം വരെ പൂ പൊഴിയായിരിക്കുന്ന ഒരു സംഭവമാണ് ബാസ്ക്കറ്റ് വാൻ്റെ എന്നറിയപ്പെടുന്നത്. അതിന് വലിയ കെയറില്ല. അതേപോലെ തന്നെ കരിക്കട്ട പോലും അതിന് ഇടേണ്ട കാര്യമില്ല, നിറച്ച് തൂക്കി അങ്ങിട്ടേക്കാം. പ്ലാന്റ് കരിക്കട്ട വേണമെങ്കിൽ 3-4 പീസ് ഇടുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും അതൊന്നും ഇടാതെ തന്നെയാണ് ഈ പ്ലാന്റ് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റാണ്. എന്നാൽ ഇത് നമ്മൾ ക്ലൈമറ്റിൽ വെച്ച് സെറ്റാക്കിയിരിക്കുന്ന പ്ലാന്റ്, നല്ല അടിപൊളി പ്ലാന്റ്, നല്ല റൂട്ടുള്ള പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. ഇതാണ് കണ്ടില്ലേ, മഞ്ഞെന്ന് ചുമ്മാ പറഞ്ഞല്ല, എല്ലാവരും ഓടി കിടക്കുക മഞ്ഞ ഓർക്കിഡിന്. ഇതാണ്ടേ മഞ്ഞ ഓർക്കിഡ്, മഞ്ഞയ്ക്കകത്ത് ചോക്ലേറ്റ് നിറത്തിലുള്ള ഓർക്കിഡ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വയലറ്റ് ഓർക്കിഡ്, വയലറ്റും വൈറ്റും കൂടെ കലർന്ന നിറമുള്ള ഓർക്കിഡ്, എല്ലാം കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആശ്രമം മൈതാനമാണ് സ്ഥലം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. കൊല്ലം വരുന്ന സമയത്ത് ആശ്രമം മൈതാനം നോക്കുക. ഇതാണ്ട് ബ്ലാക്ക് കളർ പോലെ തോന്നിക്കുന്ന ഓർക്കിഡ്, ബ്ലാക്ക് കളർ, നല്ല ഡാർക്ക് വയലറ്റ്, അതിനെ ബ്ലാക്ക് എന്ന് നമ്മളിവിടെ കാണുമ്പോൾ അത് പറയുന്നതാണ്. അതേപോലെ തന്നെ അതാണ് നല്ല ചോക്ലേറ്റ് വെറൈറ്റി, അതുപോലെ ഫ്രില്ല് വെറൈറ്റി കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു. അങ്ങനെ കുറേ പ്ലാന്റ്, അതിൻ്റെ തയ്യും ഇരിപ്പുണ്ട് കേട്ടോ. ആശ്രമം ഇത് ഓൺലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പൂ ഒടിഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വരുന്ന സമയത്ത് ആശ്രമ മൈതാനത്ത് വരുമ്പം നേരിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഫ്ലവറോടുകൂടി വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് കൊല്ലം ജില്ലയിൽ വരുന്ന സമയത്ത് ഈ 8 ദിവസത്തിനകത്ത് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ആശ്രമം മൈതാനത്താണ് ഈ എക്സിബിഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് പ്ലാന്റുകളുണ്ട്. അതിനകത്ത് മെയിൻ അട്രാക്ഷനായിട്ട് ഇന്ന് കൊണ്ടുവന്ന ഓർക്കിഡ് നിങ്ങളെ കാണിക്കുന്നതാണ്. ഇന്ന് കൊണ്ടുവന്ന ഓർക്കിഡുകൾ നിങ്ങളെ കാണിച്ചതാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഓർക്കിഡുകൾ, കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട്, അതായത് പൂക്കുലകൾ കൂടുതലുള്ള ഓർക്കിഡുകളും ഒക്കെ ഇതിനിടയ്ക്കുണ്ട്. നിങ്ങൾക്ക് വന്ന് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വന്ന് ആവശ്യമുള്ള പ്ലാന്റുകൾ കാണാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഇവിടെ ചാണന്മാരുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്തു തരും. അത് നല്ല പ്ലാന്റുകൾ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആശ്രമം മൈതാനമാണ് സ്ഥലം. കുമാർ നഴ്സറി ബോർഡുണ്ട്. വന്ന് കാണുക, കണ്ടിട്ട് ആവശ്യമുള്ള പ്ലാന്റ് വാങ്ങാനായിട്ട് സാധിക്കും. പല വീഡിയോയിലും ഇതിൻ്റെ കെയറിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഫംഗസോ കാര്യങ്ങളോ അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാസത്തിലൊരിക്കൽ ഒരു ഫംഗിസൈഡ്, ഇൻഡോഫില്ലം 45 സാഫോ ഏതെങ്കിലും 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 ടേബിൾ സ്പൂൺ ഇട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഇത് എന്ന് കൊടുക്കുന്നു, അതിൻ്റെ ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ലൈറ്റായിട്ട് ഒരു 4 മില്ലി മരുന്ന്, അതായത് റീവയോ റിയൂഡോ ടാറ്റയുടെ ടാറ്റ റീവ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അത് ഒരു 4 മില്ലി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളുടെ ശല്യം കൂടി ഒഴിവായി കിട്ടും. അന്നേരം അതും കൂടെ മനസ്സിലൊന്ന് ഓർക്കുക. അതേപോലെ തന്നെ ഇവിടെ ഇത് മാത്രമായിട്ടല്ല, നിക്കോഡിയ പ്ലാന്റ് പൂത്ത് കിടപ്പുണ്ട്. അതേപോലെ തന്നെ കൂഫിയ പ്ലാന്റ് ഉണ്ട്, ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് ഉണ്ട്, ഒരുപാട് ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട്, കായ്ച്ച മാവുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. വരുന്ന സമയത്ത് അതും കൂടെ ഒക്കെ ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഓൺലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അറിയാലോ,
ഉണ്ടെങ്കിൽ പൂ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അന്നേരം പരമാവധി ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് നിങ്ങൾക്ക് സ്വമേധയാ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അന്നേരം നമ്മുടെ പേജാണ് കുമാർ നഴ്സറി കൊല്ലം പേജുണ്ട്. ഈ പേജ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറ്റുമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടെ തന്നെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലുണ്ട്, കുമാർ നഴ്സറി കൊല്ലം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ഒരുപാട് വീഡിയോ ഉടമ്പടി കയറി കാണുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്